പാട്ടിൽ നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ KSRTC ഡിപ്പോയിലെ സ്വീപ്പറായ രുക്മിണി ചേച്ചി. ഡ്യൂട്ടിക്കിടയിൽ ഒരു പാട്ട് പാടി അത് മേലുദ്യോഗസ്ഥർ ചിത്രീകരിച്ചു. ശേഷം നാട്ടുകാരൊക്കെ അത് ഏറ്റെടുക്കുകയായിരുന്നു. രുക്മിണി ചേച്ചിയെ നമ്മുടെ റിപ്പോർട്ടർ ഫെലിക്സ് പോയി കണ്ടു. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം. ചേച്ചിയുടെ പാട്ടും കൂടെ കേൾക്കാം. അപ്പോൾ രുക്മിണി ചേച്ചി ജോലിക്കിടയിൽ വെറുതെ ഒന്ന് പാടിയതാണ്. അത് വീഡിയോയിൽ പകർത്തി അങ്ങനെ ഷെയർ ചെയ്ത് പോയി ചേച്ചി തന്നെ വൈറലായി. ചേച്ചിയുടെ പാട്ടിന് വലിയ അഭിനന്ദനം തന്നെ ലഭിക്കുന്നുണ്ട്. ചേച്ചി, ഇത് കണ്ടിട്ട് ആളുകൾ എന്താ പറയുന്നത്? ആളുകൾ കുറേ പേര് എന്നോട് പറഞ്ഞു, നന്നായി പാടിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ടാണ് അതിലേക്ക് നടന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചത്. സൂപ്രണ്ട് മാഡം സുപ്രിയ മാഡം എന്നോട് പറഞ്ഞു 2 ലൈൻ പാടാനായിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടല്ലേ 2 ലൈൻ പാടിയാൽ മതി, അത് പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പാടി എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ മാഡം അത് വീഡിയോ പിടിച്ച് ഞങ്ങളിൽ ഓണവണ്ടി പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിലിട്ട്. അപ്പം എൻ്റെ പാട്ട് ഇങ്ങനെ അവർ വീഡിയോയിൽ കണ്ടപ്പോൾ പലരും വന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹപ്രവർത്തകർ വരെ എന്നോട് നല്ലതായി, നന്നായി പാടി എന്നൊക്കെ പറഞ്ഞു. ഗൂഢജാദ്രിയിൽ കൂടെ കൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലയാകൂ. പാടാൻ പറയാറുണ്ടോ ചേച്ചിയോട്? ഇവിടുന്ന് പാടാറുണ്ട്. ഓണപരിപാടിക്ക് അവർക്ക് പാടാൻ വരാൻ പറ്റിയിട്ട നമ്മളവിടെ പേര് കൊടുത്തിന് രുക്കു വെച്ച് വരുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചിയുടെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? നന്നായിട്ടുണ്ട്, നല്ല പാട്ട്. പണിയെടുക്കുമ്പോൾ എപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പറയേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഇല്ല അങ്ങനെ പാടും. പാട്ടൊരു ഹരമാണല്ലോ ചേച്ചി. അത് ഹരമുണ്ട്. പിന്നെ പാട്ട് പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതായത് ആ പാട്ട് ചുമ്മാ തമാശയ്ക്ക് പാടിയതാണ്. തമാശയ്ക്ക് പാടി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ പകർത്തിയതാണ്. അത് വലിയ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ രുക്മിണി ചേച്ചി ഒരു സ്റ്റാറായി മാറുകയും ചെയ്തു വന്നതാണ്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഫെലിക്സ് പുളിക്കൽ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, രുക്മിണി ചേച്ചി പോലും വിചാരിച്ച് കാണില്ല അല്ലേ ഇങ്ങനെ ഇത്രയും പേര് ഈ പാട്ട് കേൾക്കും, താൻ വൈറലായി മാറുമെന്നൊന്നും ചേച്ചി വിചാരിച്ച് കാണില്ല. പക്ഷേ ആ മേലുദ്യോഗസ്ഥർ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു, അത് ചിത്രീകരിച്ചതൊക്കെ എത്ര നന്നായില്ലേ. നമുക്കൊക്കെ ഇപ്പോൾ ആ പാട്ട് കേൾക്കാൻ സാധിച്ചു അല്ലേ? ഏതായാലും നമ്മുടെ രുക്മിണി ചേച്ചിയുടെ പാട്ട് അത് വലിയ രീതിയിലാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചേച്ചി ഇങ്ങനെ പാടാറുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്നതിനിടയിൽ പാടും. ഒപ്പം ഓണപ്പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ KSRTC ഡിപ്പോയിൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ചേച്ചി പേര് കൊടുക്കും, ചേച്ചി പാടും. അപ്പോൾ അങ്ങനെ ചേച്ചി പാടുന്നതെന്ന് ഇവർക്ക് കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്വീപ്പർ ജോലിയാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയോട് ഇങ്ങനെ മേലുദ്യോഗസ്ഥർ പറയുന്നത് ഒന്ന് പാടാവോ ഇത്. അങ്ങനെയാണ് ചേച്ചി പാടിയത്. അപ്പോൾ പാടി ജോലി ചെയ്തുകൊണ്ടങ്ങ് പാടി, അതാണ് വീഡിയോയിൽ പകർത്തി അത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തത്. അത് ആ ചേച്ചി, നമുക്കറിയാം ഈ പാട്ട് ആഗ്രഹമുള്ള ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ, വലിയ രീതിയിൽ ഉയർന്നു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലർക്കും അത് സാധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കല, ഉള്ളിലുള്ള ആ ഒരു വാസന അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അവർക്കും ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ആ ചേച്ചി പാട്ട് പാടിയതാണ് ഇങ്ങനെ വീഡിയോയിൽ പകർത്തിയും പിന്നീട് അത് വൈറലാകുകയും ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെ യഥാർത്ഥത്തിലുള്ള വീട് തൃശ്ശൂരാണ്. കല്യാണം കഴിച്ചിട്ടാണ് ഇവിടേക്ക് കണ്ണൂരേക്ക് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ തിയേറ്ററിന് സമീപത്താണ് വീട്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് എല്ലാ ദിവസവും പാട്ട് കേൾക്കും. ആ പാട്ട് കേൾക്കുമ്പോൾ അതിനൊപ്പം പാടും. അങ്ങനെയാണ് സ്ഥിരമായി പാട്ട് കേൾക്കുകയും ആ പാട്ട് പാടാൻ തോന്നുകയും അങ്ങനെ പാട്ട് പാടുകയും ചെയ്യുന്നു. അപ്പോൾ പാട്ടിലേക്ക് എത്തുന്നത് അങ്ങനെയാണല്ലേ. എന്തായാലും രുക്മിണി ചേച്ചി ഇനിയും ഒരുപാട് പാട്ടുകൾ പാടട്ടെ. അതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുപോലെ പോസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെയും അത് കേൾക്കാൻ സാധിക്കുമെന്നാണ്. ശരി ഫെലിക്സ്.